ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം സങ്കീർത്തന പുസ്തകം 65 മുതൽ 67 വരെയും 69ഉം 70ഉം അധ്യായങ്ങളാണ്. 2 ശമൂവേൽ വായിക്കുമ്പോൾ പ്രധാനമായും ദാവീദിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളാണ് നാം കാണുന്നത്. അവൻ്റെ രാജ്യത്വം സ്ഥാപിക്കപ്പെടുന്നത്, വിജയങ്ങൾ, പരാജയങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ശത്രുക്കൾ എന്നിവ. എന്നാൽ ഈ സങ്കീർത്തനങ്ങൾ 2 ശമൂവേലിലെ സംഭവങ്ങളോടൊപ്പം വായിക്കുമ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിലേക്കുള്ള ഒരു ദൃശ്യം നമുക്ക് ലഭിക്കുന്നു. 2 ശമൂവേലിൽ നാം സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെ കാണുന്നു. എന്നാൽ സങ്കീർത്തനങ്ങളിൽ ആ സിംഹാസനത്തിന് പിന്നിലുള്ള മനുഷ്യൻ്റെ ഹൃദയശബ്ദം നാം കേൾക്കുന്നു. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ക്രിസ്തീയ ജീവിതം എല്ലായ്പ്പോഴും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള ഒരു നേരായ യാത്രയല്ല. ചില സമയങ്ങളിൽ സങ്കീർത്തനം 65 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സമൃദ്ധി നാം അനുഭവിക്കും. ചില സമയങ്ങളിൽ സങ്കീർത്തനം 66 പറയുന്നത് പോലെ ആരാധനയിലായിരിക്കും. ചിലപ്പോൾ 67 കാണുന്നത് പോലെ ദൗത്യബോധത്തോടെ ജീവിക്കേണ്ടി വരും. 69 പോലെ ആഴത്തിലുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വരും. സങ്കീർത്തനം 70 പോലെ അടിയന്തരമായ പ്രാർത്ഥനയോടെ ദൈവത്തെ വിളിക്കേണ്ടി വരും. സങ്കീർത്തനം 65 ആരാധനയോടെയാണ് ആരംഭിക്കുന്നത്. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. ദാവീദ് സ്തുതിയിൽ നിന്ന് ദൈവത്തിൻ്റെ പാപക്ഷമയിലേക്കും കരുതലിലേക്കും സൃഷ്ടിയുടെ മേലുള്ള അവൻ്റെ അധികാരത്തിലേക്കും നീങ്ങുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവൻ, പാപം ക്ഷമിക്കുന്നവൻ, തൻ്റെ ജനത്തെ തൃപ്തിപ്പെടുത്തുന്നവൻ, പർവ്വതങ്ങളെ സ്ഥാപിക്കുന്നവൻ, സമുദ്രങ്ങളെ നിയന്ത്രിക്കുന്നവൻ, മഴ അയക്കുന്നവൻ, ഭൂമിയെ നനയ്ക്കുന്നവൻ, വയലുകളെ ഫലഭൂയിഷ്ടമാക്കുന്നവൻ ആണെന്ന് ഈ സങ്കീർത്തനം വിവരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ ഒരു കാർഷിക ദൃശ്യം നമുക്ക് കാണാം. ദൈവം ഭൂമിയെ ഒരുക്കുന്നു, അതിനെ നനയ്ക്കുന്നു, അനുഗ്രഹിക്കുന്നു, ഒടുവിൽ തൻ്റെ നന്മ കൊണ്ട് വർഷത്തെ കിരീടമണിയിക്കുന്നു. 11ാം വാക്യം വളരെ മനോഹരമാണ്. സംവത്സരത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്നു. നമുക്ക് ലഭിക്കുന്നതെല്ലാം ആത്യന്തികമായി ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് ദാവീദ് സ്വയം ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നാം നമ്മുടെ ശമ്പളം, ജോലി, ബിസിനസ്, കഴിവുകൾ, ബന്ധങ്ങൾ, സാഹചര്യങ്ങൾ എന്നിവ നോക്കി ഇവയാണ് എന്നെ നിലനിർത്തുന്നത് എന്ന് ചിന്തിക്കുന്നു. എന്നാൽ സങ്കീർത്തനം 65 നമ്മോട് പറയുന്നത് ഓരോ അനുഗ്രഹത്തിൻ്റെയും പിന്നിൽ അനുഗ്രഹദാതാവായ ദൈവമുണ്ട്. ഇത് 2 ശമൂവേൽ 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളുമായി വളരെ മനോഹരമായി ബന്ധിപ്പിക്കാം. ദാവീദ് രാജാവായി, യെരുശലേം സ്ഥാപിക്കപ്പെട്ടു, ശത്രുക്കൾ പരാജയപ്പെട്ടു, രാജ്യം വികസിച്ചു. ഒന്നിനു പുറകെ ഒന്നായി ദൈവം വിജയം നൽകി. എന്നാൽ ഈ വിജയങ്ങൾ വെറും സൈനിക ശക്തിയുടെ ഫലമല്ലെന്ന് ദാവീദ് അറിഞ്ഞിരുന്നു. ദൈവമാണ് അതിൻ്റെ ഉറവിടം. ഇവിടെ മറ്റൊരു മനോഹരമായ താരതമ്യം കൂടെയുണ്ട്. ശമൂവേൽ ദാവീദിനെ രഹസ്യമായി അഭിഷേകം ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഗുഹകളിലും മരുഭൂമിയിലും തിരസ്കരണത്തിലും കാത്തിരുന്ന ശേഷമാണ് അവൻ സിംഹാസനത്തിലെത്തിയത്. സങ്കീർത്തനം 65 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ താമസം, ദൈവത്തിൻ്റെ നിഷേധം എന്നർത്ഥമല്ല. ഭൂമിയെ ഒരുക്കുന്ന ദൈവം തൻ്റെ ദാസനെയും ഒരുക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അനുഗ്രഹിച്ച ദൈവത്തെ മറക്കരുത്. ഒന്നുമില്ലാത്തപ്പോൾ നാം അത്യന്തം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. എന്നാൽ ദൈവം നമുക്ക് എന്തെങ്കിലും നൽകിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത വിധം തിരക്കിലാകുന്നു. അതുകൊണ്ട് ദാവീദ് പറയുന്നു, നീ സംവത്സരത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്നു. ഇന്നും നമുക്കും പിന്നിലേക്ക് നോക്കി പറയാം, കർത്താവേ, എൻ്റെ പക്കലുള്ളത് ഞാൻ നേടിയെടുത്തത് മാത്രമല്ല, നീ എനിക്ക് നൽകിയതാണ്. സങ്കീർത്തനം 66 ഒരു സാർവത്രികമായ ക്ഷണത്തോടെയാണ് ആരംഭിക്കുന്നത്. സർവ്വഭൂമിയുമായുള്ളവരെ ദൈവത്തിന് ജയഘോഷം ചെയ്യുവിൻ. എന്നാൽ പെട്ടെന്ന് സങ്കീർത്തനത്തിൻ്റെ അന്തരീക്ഷം മാറുന്നു. സങ്കീർത്തനക്കാരൻ തൻ്റെ കഷ്ടതകളെ ഓർക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ ശോധന ചെയ്തു, വെള്ളി ഊതി കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ശോധന ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ കഷ്ടതയും പരിശോധനയും വിടുതലും അനുഭവിച്ചിരുന്നു. ഈ സങ്കീർത്തനത്തിൽ തീ, വെള്ളം, പീഡനം, പരിശോധന, ഒടുവിൽ സമർത്ഥമായ അനുഗ്രഹം എന്നിങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിശോധന കഥയുടെ അവസാനമായിരുന്നില്ല. 12ാം വാക്യം പറയുന്നു, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടന്നുപോയി, എങ്കിലും നീ ഞങ്ങളെ സമർത്ഥമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. എത്ര ശക്തമായ സാക്ഷ്യമാണിത്! തീയിലൂടെ കടന്നു, വെള്ളത്തിലൂടെ കടന്നു, എന്നാൽ നശിച്ചില്ല. ദാവീദിൻ്റെ ജീവിതവും ഇതുപോലെ തന്നെ ആയിരുന്നു. അവൻ കടന്നുപോയത് ശൗലിൻ്റെ പീഡനത്തിൽ കൂടെ, മരുഭൂമിയിലെ അനുഭവങ്ങളിൽ കൂടെ, യുദ്ധങ്ങൾ, രാഷ്ട്രീയ എതിർപ്പുകൾ, കുടുംബത്തിലെ സംഘർഷങ്ങൾ, അബ്ശാലോമിൻ്റെ കലാപം, വഞ്ചന, നിരാശ. എന്നിരുന്നാലും ദൈവം അവനെ ഓരോ ഘട്ടത്തിലൂടെയും കൊണ്ടുവന്നു. സങ്കീർത്തനം 66 ദാവീദിൻ്റെ ജീവിതം കാണിച്ചു തരുന്ന സത്യത്തിന് വാക്കുകൾ നൽകുന്നു. ദൈവം തൻ്റെ ജനങ്ങൾ ഒരിക്കലും തീയിലൂടെയോ വെള്ളത്തിലൂടെയോ കടന്നു പോകില്ലെന്ന് വാഗ്ദാനം ചെയ്യുന്നില്ല.
എന്നാൽ അവൻ അവരെ അതിലൂടെ കൊണ്ടുപോകുമെന്ന് ഉറപ്പ് നൽകുന്നു. ചിലപ്പോൾ നാം ചോദിക്കും, കർത്താവേ, ഞാൻ എന്തുകൊണ്ടാണ് ഇതിലൂടെ കടന്നു പോകുന്നത്? എന്നാൽ സങ്കീർത്തനം 66 മറ്റൊരു വീക്ഷണം നൽകുന്നു. കർത്താവേ, ഇതിലൂടെ നീ എന്നിൽ എന്താണ് രൂപപ്പെടുത്തുന്നത്? അനുഗ്രഹത്തിന് കഴിയാത്ത വിധം ചില കാര്യങ്ങൾ കഷ്ടതയിലൂടെ ദൈവം നമ്മിൽ രൂപപ്പെടുത്തുന്നു. സ്വർണം സുഖസൗകര്യങ്ങളുള്ള സാഹചര്യങ്ങളിൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. നാം ഒരിക്കലും തിരഞ്ഞെടുക്കാത്ത സാഹചര്യങ്ങളിലൂടെയാണ് പലപ്പോഴും വിശ്വാസം ശുദ്ധീകരിക്കപ്പെടുന്നത്. നിങ്ങളൊരു പ്രയാസകരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് തീരുമാനിക്കരുത്. പകരം ചോദിക്കുക, കർത്താവ്, ഈ സാഹചര്യത്തിലൂടെ നീ എന്നിൽ എന്താണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്? സാക്ഷ്യം ഇതല്ല, ഞാൻ ഒരിക്കലും തീയിലൂടെ കടന്നു പോയിട്ടില്ല. സാക്ഷ്യം ഇതാണ്, ഞാൻ തീയിലൂടെ കടന്നുപോയി, എന്നാൽ ദൈവം എന്നെ അതിലൂടെ പുറത്തു കൊണ്ടുവന്നു. സങ്കീർത്തനം 67 വളരെ പരിചിതമായ അനുഗ്രഹ വചനത്തോടെയാണ് ആരംഭിക്കുന്നത്. ദൈവം നമ്മോട് കൃപ ചെയ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ, തൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കട്ടെ. എന്നാൽ എന്തിനു വേണ്ടി? 2-ാം വാക്യം അതിൻ്റെ ഉത്തരം നൽകുന്നു. നിൻ്റെ വഴി ഭൂമിയിലും നിൻ്റെ രക്ഷ സകല ജാതികളിലും അറിയപ്പെടേണ്ടതിന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. ദൈവം തൻ്റെ ജനത്തെ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, അവരിലൂടെ മറ്റുള്ളവർ ദൈവത്തെ അറിയേണ്ടതിനാണ്. അനുഗ്രഹത്തിനൊരു ലക്ഷ്യമുണ്ട്. ദൈവം ദാവീദിൻ്റെ രാജ്യം സ്ഥാപിച്ചതും ദാവീദിനെ മാത്രം വിജയിപ്പിക്കാനായിരുന്നില്ല. ദാവീദിൻ്റെ രാജ്യത്തിലൂടെ ദൈവം തൻ്റെ നിയമനിവൃത്തിയിലേക്കുള്ള പദ്ധതികളെ മുൻപോട്ട് കൊണ്ടുപോയി. ഒടുവിൽ വരാനിരുന്ന മശിഹായിലേക്കാണ് അത് വിരൽ ചൂണ്ടിയത്. അതുകൊണ്ട് ഇവിടെ ഒരു വലിയ തത്വമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ ദൗത്യമായി മാറണം. മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ നന്മ കാണാൻ കഴിയേണ്ടതിനാണ് നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ നാം ശക്തിപ്പെടുത്തപ്പെടുന്നു. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നാം ആശ്വസിക്കപ്പെടുന്നു. സുവിശേഷം പങ്കുവെക്കുവാൻ നാം സുവിശേഷം സ്വീകരിച്ചു. അതുകൊണ്ട് നാം ചോദിക്കേണ്ടത്, ദൈവം എന്നെ എന്തിനാണ് അനുഗ്രഹിച്ചത് എന്നതായിരിക്കണം. വെറും കർത്താവെ എന്നെ ഇനിയും അനുഗ്രഹിക്കണമേ എന്നതിലുപരി, കർത്താവെ എൻ്റെ ജീവിതം മറ്റൊരാൾക്ക് അനുഗ്രഹമാകത്തക്ക വിധം എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട് ആളുകൾക്ക് ക്രിസ്തുവിനെ അനുഭവിപ്പാൻ കഴിയുന്ന ഒരു സ്ഥലമാകണം. നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്വഭാവത്തിലൂടെ ക്രിസ്തുവിനെ കാണാൻ കഴിയണം. നിങ്ങളുള്ളതുകൊണ്ട് നിങ്ങളുടെ സഭ കൂടുതൽ ശക്തിപ്പെടണം. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണണം. സങ്കീർത്തനം 69 നാം വരുമ്പോൾ അന്തരീക്ഷം പൂർണ്ണമായി മാറുന്നു. സങ്കീർത്തനം 69 ആരംഭിക്കും, ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു എന്നാണ്. ഇത് വേദനയുടെ ഏറ്റവും ശക്തമായ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ്. ദാവീദ് അനുഭവിക്കുന്നത് അമിതമായ സമ്മർദ്ദം, വെറുപ്പ്, വ്യാജ ആരോപണങ്ങൾ, ഏകാന്തത, ക്ഷീണം, പരിഹാസം എന്നിവയാണ്. 4-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, കാരണമില്ലാതെ എന്നെ വെറുക്കുന്നവർ, എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമങ്ങളെക്കാൾ അധികം. അത്യന്തം വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ദാവീദ് നിലവിളിക്കുന്നത്. താൻ മുങ്ങിപ്പോകുന്നത് പോലെ അവൻ അനുഭവപ്പെടുന്നു. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദാവീദ് എല്ലാം ശരിയാണെന്ന് നടിക്കുന്നില്ല. അവൻ തൻ്റെ വേദന നേരിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഈ സങ്കീർത്തനത്തിന് മറ്റൊരു പ്രത്യേക പ്രാധാന്യവുമുണ്ട്. ഇതിലെ പല വാക്യങ്ങളും പിന്നീട് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെടുത്തി പുതിയ നിയമത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് സങ്കീർത്തനം 69 സംസാരിക്കുന്നത് കാരണമില്ലാതെ വെറുക്കപ്പെടുന്നതിനെക്കുറിച്ച്, നിന്ദയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആലയത്തോടുള്ള തീഷ്ണതയെക്കുറിച്ച്, കഷ്ടതയെക്കുറിച്ച്, പുളിച്ച പാനീയം നൽകുന്നതിനെക്കുറിച്ചാണ്. പുതിയ നിയമം ഈ സങ്കീർത്തനത്തിലെ പല ഭാഗങ്ങളും യേശുവിൽ നിറവേറിയതായി കാണിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനം 69 ദാവീദിനെ കടന്ന് കഷ്ടം സഹിക്കുന്ന മശിഹായിലേക്കും വിരൽ ചൂണ്ടുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ വൈകാരിക വേദനയുണ്ടായിരുന്നു. അബ്ശാലോമിൻ്റെ കലാപം ഓർക്കുക. അത് വെറും ഒരു ശത്രുവിനെതിരായ പോരാട്ടമായിരുന്നില്ല, സ്വന്തം മകനെതിരെയുള്ള വേദനയായിരുന്നു. ദാവീദിന് യെരൂശലേം വിട്ടുപോകേണ്ടി വന്നു. ആളുകൾ അവനെ ശപിക്കുന്നത് അവൻ കേട്ടു, വഞ്ചന അനുഭവിച്ചു. അവസാനം അബ്ശാലോം മരിക്കുകയും ചെയ്തു. രാജ്യങ്ങളെ കീഴടക്കിയ രാജാവ് തകർന്ന ഹൃദയവുമായി യെരൂശലേമിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയായിരുന്നു. സങ്കീർത്തനം 69 നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. പുറമേ ശക്തനായ ഒരാൾക്ക് ഉള്ളിൽ തകർന്ന ഹൃദയമുണ്ടാകാം. ക്രിസ്തീയ പക്വത എന്നത് ഒരിക്കലും കരയാതിരിക്കുന്നതല്ല. നാം കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയുന്നതാണ് ക്രിസ്തീയ പക്വത. ദാവീദ് തൻ്റെ വേദന മറച്ചു വയ്ക്കുന്നില്ല, അത് ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ദൈവത്തെക്കുറിച്ച് പരാതിപ്പെടുന്നതും ദൈവത്തോട് പരാതി പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദാവീദ് ചെയ്യുന്നത് രണ്ടാമത്തേതാണ്. അവൻ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നില്ല, ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് ഓടുന്നത്. സങ്കീർത്തനം 70 ചെറിയ സങ്കീർത്തനമാണ്, എന്നാൽ അത്യന്തം അടിയന്തരമായൊരു പ്രാർത്ഥനയാണ്. ദൈവമേ എന്നെ വിടുവിപ്പാൻ വേഗം വരണമേ. വീണ്ടും ഞാൻ എളിവനും ദരിദ്രനുമാകുന്നു, ദൈവമേ എൻ്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ദാവീദ് ദൈവത്തിൻ്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയാണ്. ഇവിടെ വലിയ വിശദീകരണമുള്ളൊരു പ്രാർത്ഥനയില്ല.
ഇത് ഏകദേശം ഒരു നിരാശയുടെ നിലവിളി പോലെയാണ്. കർത്താവ്, എനിക്ക് ഇപ്പോൾ തന്നെ നിന്നെ വേണം. ചിലപ്പോൾ വിശ്വാസം ഒരു നീണ്ട പ്രാർത്ഥനയാണ്. ചിലപ്പോൾ വിശ്വാസം വെറും കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന നിലവിളിയുമാണ്. അതും വിശ്വാസം തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ മനോഹരമായ വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല. സത്യസന്ധമായ ഒരു ഹൃദയമാണ് ആവശ്യം. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. ചില സമയങ്ങളിൽ അവൻ്റെ ചുറ്റും വലിയ സൈന്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ അവന് പോകാൻ ഒരിടവും ഉണ്ടായിരുന്നില്ല. അബ്ശാലോം കലാപം നടത്തിയപ്പോൾ ദാവീദിൻ്റെ സ്ഥാനം ഒറ്റ രാത്രി കൊണ്ട് മാറി. രാജാവ് ഒരു അഭയാർത്ഥിയായി. എന്നിരുന്നാലും ദാവീദിൻ്റെ അന്തിമമായ ആശ്രയം സിംഹാസനത്തിലായിരുന്നില്ല, അത് ദൈവത്തിലായിരുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ചില സമയങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സങ്കീർണമായ ഒരു ദൈവശാസ്ത്ര വിശദീകരണം ആവശ്യമില്ല. വെറും യേശുവെ എന്നെ സഹായിക്കണമേ എന്ന് പറയേണ്ടി വരും. ചിലപ്പോൾ ആ പ്രാർത്ഥനയിൽ നിന്നാണ് വീണ്ടും തുടങ്ങുന്നത്. ഈ സങ്കീർത്തനങ്ങളെ ഒരുമിച്ച് നോക്കുമ്പോൾ, ഈ സങ്കീർത്തനങ്ങളൊന്ന് വായിച്ച് നോക്കുമ്പോൾ ഒരു മനോഹരമായ ആത്മീയ യാത്ര നമുക്ക് കാണാം. 65-ാം സങ്കീർത്തനം ദൈവം നമുക്ക് നൽകുന്നു. 66 ദൈവം പരിശോധിക്കുകയും നമ്മെ അതിലൂടെ കൊണ്ടുവരികയും ചെയ്യുന്നു. 67 ദൈവം തൻ്റെ ദൗത്യത്തിനായി നമ്മെ അനുഗ്രഹിക്കുന്നു. 69 കഷ്ടതയിൽ ദൈവം നമ്മോടൊപ്പമുണ്ട്. 70 ദൈവം നമ്മുടെ നിരാശയുടെ നിലവിളി കേൾക്കുന്നു. ഇത് 2 ശമൂവേലിൽ കാണുന്ന ദാവീദിൻ്റെ ജീവിതയാത്രയോടും വളരെ സാമ്യമുള്ളതാണ്. അവൻ അനുഭവിച്ചത് കരുതൽ, വിജയം, ഉത്തരവാദിത്വം, പരാജയം, കഷ്ടത, ദൈവത്തിലുള്ള ആശ്രയം. ഇതുതന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത്. ഒരു പ്രയാസകരമായ കാലഘട്ടം വന്നതുകൊണ്ട് മാത്രം ദൈവം പ്രവർത്തിക്കുന്നത് നിർത്തിയെന്ന് കരുതരുത്. അതുപോലെ ഒരു അനുഗ്രഹത്തിൻ്റെ കാലഘട്ടം വന്നതുകൊണ്ട് മാത്രം യാത്ര അവസാനിച്ചു എന്നും കരുതരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനുള്ള 3 പ്രധാന പാഠങ്ങൾ ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് നൽകുന്നു. 1. നന്ദിയോടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. സങ്കീർത്തനം 65 നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കുള്ളതെല്ലാം ആത്യന്തികമായി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് സമൃദ്ധിയിൽ അഭിമാനിക്കരുത്. ദൈവം വിജയം നൽകുമ്പോൾ നന്ദി കർത്താവേ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ദൈവം ഒരു കുടുംബം നൽകുമ്പോൾ പറയുക നന്ദി കർത്താവേ. ദൈവം ശുശ്രൂഷയും ആരോഗ്യവും അവസരങ്ങളും ആവശ്യമായ കരുതലും ഒരു പുതിയ ദിവസവും നൽകുമ്പോൾ പറയുക നന്ദി കർത്താവേ. നമുക്കുള്ളതെല്ലാം നമ്മുടെ കഴിവിൻ്റെ ഫലം മാത്രമല്ല, അത് ദൈവത്തിൻ്റെ കൃപയുടെ ഫലമാണ്. 2. പരിശോധനയുടെ സമയത്ത് ദൈവത്തിൽ വിശ്വസിക്കുക. സങ്കീർത്തനം 66 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തീയിലേക്ക് അനുവദിക്കുന്ന ദൈവം തന്നെയാണ് തീയിലൂടെ പുറത്ത് നമ്മെ കൊണ്ടുവരുന്നതും. നിങ്ങളുടെ ഇപ്പോഴത്തെ അധ്യായം അവസാന അധ്യായമായിരിക്കണമെന്നില്ല. ദാവീദിൻ്റെ മരുഭൂമി അവൻ്റെ അന്തിമ ലക്ഷ്യമായിരുന്നില്ല. അവൻ്റെ മുമ്പിൽ സിംഹാസനം ഉണ്ടായിരുന്നു, എന്നാൽ ആ സിംഹാസനവും അന്തിമ ലക്ഷ്യമായിരുന്നില്ല. ദൈവം തന്നെയായിരുന്നു അവൻ്റെ യഥാർത്ഥ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കി ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വിലയിരുത്തരുത്. 3. നിങ്ങളുടെ അനുഗ്രഹത്തെ ഒരു സാക്ഷ്യമാക്കി മാറ്റുക. സങ്കീർത്തനം 67 പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അങ്ങനെ നിൻ്റെ വഴി അറിയപ്പെടണം. ഇത് നമ്മുടെ പ്രാർത്ഥനയായി തീരണം. കർത്താവെ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്നതിന് പകരം എൻ്റെ കുടുംബത്തിലൂടെ ക്രിസ്തുവിനെ കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ എന്നതിന് പകരം എൻ്റെ ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിന് മഹത്വം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിപ്പാൻ കഴിയണം. കർത്താവെ, എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്നതിന് പകരം എൻ്റെ ജീവിതം നിമിത്തം മറ്റൊരാൾ ക്രിസ്തുവിനെ അറിയട്ടെ. ഇത് ആണ് ബൈബിൾ പഠിപ്പിക്കുന്ന അനുഗ്രഹം. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ടുള്ളത്, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ മാത്രമാണോ എൻ്റെ വിശ്വാസം ശക്തമാകുന്നത്, അതോ ഞാൻ ആഴങ്ങളിലായിരിക്കുമ്പോഴും എൻ്റെ വിശ്വാസം ജീവനുള്ളതാണോ? ഈ സങ്കീർത്തനങ്ങളെ 2 ശമൂവേലുമായി ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ നാം ദാവീദിനെ വെറും ഒരു രാജാവായി മാത്രം കാണുന്നില്ല. നാം അവനെ ഒരു ആരാധകനായി, ഒരു കഷ്ടപ്പെടുന്ന മനുഷ്യനായി, ഒരു പാപിയായി, മാനസാന്തരപ്പെട്ട മനുഷ്യനായി, ഒരു യോദ്ധാവായി, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദാസനായി കാണുന്നു. അവൻ്റെ ജീവിതം പൂർണ്ണമായിരുന്നില്ല, അവൻ്റെ കുടുംബം പൂർണ്ണമായിരുന്നില്ല, അവൻ്റെ രാജ്യം പ്രശ്നങ്ങളില്ലാത്തതായിരുന്നില്ല. എന്നാൽ ഓരോ കാലഘട്ടത്തിലൂടെയും ദാവീദ് ഒരു അടിസ്ഥാന സത്യം പഠിച്ചു: ദൈവം മതി. ദൈവം നൽകുമ്പോൾ അവനെ സ്തുതിക്കുക, ദൈവം പരിശോധിക്കുമ്പോൾ അവനിൽ വിശ്വസിക്കുക, ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവനെ സേവിക്കുക, കഷ്ടത വരുമ്പോൾ അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുക, നിങ്ങൾ നിരാശയിലായിരിക്കുമ്പോൾ അവനോട് നിലവിളിക്കുക, അവൻ നിങ്ങളെ അതിലൂടെ കൊണ്ടുവരുമ്പോൾ അവനെക്കുറിച്ച് സാക്ഷ്യം പറയുക. സങ്കീർത്തനങ്ങൾ 65 മുതൽ 67 വരെയും 69ഉം 70ലൂടെയും 2 ശമൂവേലിലെ ദാവീദിൻ്റെ ജീവിതത്തിലൂടെയും കടന്നു പോകുന്ന സന്ദേശം ഇതാണ്: ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറിയേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത ഒരിക്കലും മാറുകയില്ല. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.